ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ ഇന്ന് പാട്ടിന്റെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഓർക്കുന്നത് SP ബാലസുബ്രഹ്മണ്യത്തെയാണ്. SPB എന്നും ബാലു എന്നൊക്കെ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഒരു നായകനും ഗായകനും നടനും അതുപോലെ തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഇങ്ങനെ പല രീതികളിലാണ് അദ്ദേഹം നമുക്ക് പരിചിതനായി മാറുന്നത്. അപ്പം ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില ഓർമ്മകളും നമ്മളുടേതായ രീതിയിൽ പാട്ടുകളിലൂടെ അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള ഒരു അവസരമൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. SP ബാലസുബ്രഹ്മണ്യം എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി പാട്ടുകൾ, പ്രത്യേകിച്ച് തമിഴ് പാട്ടുകളാണ് അദ്ദേഹം കൂടുതലും കൈകാര്യം. തമിഴ് പാട്ടുകൾ എന്നല്ല, ഏകദേശം 50,000-ലധികം പാട്ടുകൾ അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പാടിയിട്ടുണ്ട് എന്ന് വേണം ഇതിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മനസ്സിലാക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗായകൻ, നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, ഇങ്ങനെ പല തലങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം നമ്മളിലേക്ക് കടന്നു വരുന്നത്. SP ബാലസുബ്രഹ്മണ്യം, ശ്രീപതി പണ്ഡിതാരുദ്ദുല ബാലസുബ്രഹ്മണ്യം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. SPB എന്നും ബാലു എന്നും അദ്ദേഹം അറിയപ്പെട്ടു. ജനിച്ചത് 1946 ജൂൺ 4-ലാണ്. പത്മശ്രീ 2001 പത്മശ്രീ, 2011 പത്മഭൂഷൺ, അതുപോലെ തന്നെ പത്മവിഭൂഷൺ, ഇങ്ങനെയുള്ള സർവോന്നതമായ ഇന്ത്യൻ സർക്കാർ നൽകുന്ന ബഹുമതികളെല്ലാം അദ്ദേഹം നേടിയിട്ടുണ്ട്. 6 ദേശീയ അവാർഡുകൾ. പക്ഷേ യേശുദാസിന് ശേഷം ഏറ്റവും കൂടുതൽ തവണ പുരസ്കാരം ലഭിച്ച വ്യക്തി എന്നുള്ള നിലയിലും അദ്ദേഹം വളരെയധികം പ്രസിദ്ധനാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനടുത്തുള്ള കൊനെട്ടമ്മപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. പിതാവ് SP സാംബമൂർത്തി നാടകങ്ങളിലും മറ്റും അഭിനയിച്ചിരുന്നു. ഒരു ഹരികഥാ കലാകാരനായിരുന്നു. അമ്മ ശകുന്തള അമ്മ, പ്രശസ്ത ഗായിക SP ശൈലജ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്. 2 സഹോദരന്മാരും 5 സഹോദരിമാരുമാണ് അദ്ദേഹത്തിനുള്ളത്. ആസ് യൂഷ്വൽ കുട്ടിക്കാലം മുതൽ തന്നെ സംഗീതത്തോട് വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഒരു എഞ്ചിനീയർ ആകണമെന്നായിരുന്നു ആഗ്രഹം. 2 സ്ഥലങ്ങളിൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് വേണ്ടി പഠിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ പ്രാവശ്യം JNTU, അനന്തപൂരിലെ JNTU എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നുവെങ്കിലും ശാരീരിക അസുഖം കൊണ്ട് പോകാൻ പറ്റിയില്ല. തുടർന്ന് ചെന്നൈയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിൽ പ്രവേശനം നേടി. പക്ഷെ അപ്പോഴത്തേക്കും സംഗീതത്തോടുള്ള ആ സ്നേഹം അദ്ദേഹത്തെ വല്ലാതെ സംഗീതത്തോട് അടുപ്പിച്ചു. അങ്ങനെ പഠനം നിർത്തി പുതിയൊരു ലോകത്തേക്ക് അദ്ദേഹം വരികയാണ് ചെയ്തത്. പല ഭാഷകളിൽ, പ്രത്യേകിച്ച് തെലുങ്ക്, തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം, സംസ്കൃതം എന്നീ ഭാഷകളിലെല്ലാം അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ചലച്ചിത്ര പിന്നണി ഗായകനതിന് മുമ്പ് ഒരു ഗാനമേള ട്രൂപ്പിലും അദ്ദേഹം അംഗമായിരുന്നു. ഇനി ചലച്ചിത്ര ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ 1966 ശ്രീ 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 മര്യാദരാമണ്ണ എന്ന ചിത്രത്തിൽ പാടിക്കൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതിനുശേഷം 39,000-ലധികം ഗാനങ്ങൾ 11ഓളം ഇന്ത്യൻ ഭാഷകളിലായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്. തെലുങ്ക്, തമിഴ്, കന്നഡ എന്നുള്ള ഈ ലാംഗ്വേജുകളാണ് കൂടുതലായിട്ടും അദ്ദേഹം പാടിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ തമിഴിലാണെന്ന് പറയാം. ഹിന്ദിയിലും ഒക്കെ പാടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ചലച്ചിത്ര പിന്നണി ഗാനങ്ങൾ പാടിയ ഗായകൻ എന്ന നിലയിൽ ഗിന്നസ് ലോക റെക്കോർഡ് SPBക്ക് സ്വന്തമാണ്. അതുപോലെ ഗായിക എന്ന നിലയിൽ ലതാ മങ്കേഷ്കറിനും ആ റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. ഗായകനോടൊപ്പം നടൻ, സംഗീത സംവിധായകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഇങ്ങനെയുള്ള പല നിലകളിൽ SPB ജനപ്രീതി നേടിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പം സാവിത്രിയാണ് SPBയുടെ ഭാര്യ. പിന്നണി ഗായകനും സിനിമാ നിർമ്മാതാവുമായ SPB ചരൺ എന്നൊരു മകനും പല്ലവി എന്നൊരു മകളുമുണ്ട്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് ചിത്രത്തിലേക്ക് കടന്നു വരുന്നത്. K. ബാലചന്ദ്രൻ്റെ മന്മഥലീല എന്ന ചിത്രത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി തീർന്ന ബാലസുബ്രഹ്മണ്യം അതിനുശേഷം കമലഹാസൻ, രജനീകാന്ത്, സൽമാൻ ഖാൻ, ഭാഗ്യരാജ്,
അനിൽ കപൂർ, ഗിരീഷ് കർണാട് ഇങ്ങനെയുള്ള പല കലാകാർക്ക് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ശബ്ദം ഡബ്ബിങ്ങിലൂടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ്. കമലഹാസൻ്റെ സാഗര സംഗമം അങ്ങനെയുള്ള സിനിമകളൊക്കെ തമിഴിലേക്ക് മൊഴിമാറ്റം, തമിഴിലും തെലുങ്കിലേക്കുമൊക്കെ മൊഴിമാറ്റം ചെയ്തപ്പോഴൊക്കെ അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ് അത് ശ്രോതാക്കൾ കേട്ടത്. മലയാളത്തിലേക്ക് കടന്നു വരുമ്പോൾ 1969 മുതൽ 2003 വരെ അനേകം സിനിമകളിൽ അദ്ദേഹം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. കടൽപ്പാലം, ഈ കടലും മറുകടലും, അതുപോലെ തന്നെ 79 സർപ്പം എന്ന സിനിമയിലെ സ്വർണ്ണമീനിൻ്റെ ചേലത്ത, 1981 മുന്നേറ്റം എന്ന് പറയുന്ന സിനിമ, 81 തുഷാരം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി മഞ്ഞേവ എന്ന് പറഞ്ഞൊരു മനോഹരമായ ഒരു പാട്ടുണ്ട്, മഞ്ഞിൻ്റെ ഫീലുള്ള ഒരു പാട്ട്. അതുപോലെ തന്നെ രാംജി റാവു സ്പീക്കിങ്ങിലെ കലികാലം ഇത് എന്നുള്ളൊരു പാട്ടും വളരെ ഫേമസ് ആയുള്ള മറ്റൊരു സിനിമയാണ് കിലുക്കം, അതിലെ ഊട്ടിപ്പട്ടണം എന്നുള്ളത്. അതുപോലെ അനശ്വരം എന്ന് പറയുന്ന സിനിമയിലെ താരാപഥം, ഡാർലിംഗ് ഡാർലിംഗ് എന്ന് പറയുന്ന സിനിമയിലെ ഡാർലിംഗ് ഡാർലിംഗ് തുടങ്ങുന്ന പാട്ട്, ദോസ്ത്, സി ഡി മോസിലെ മേനെ പ്യാർ കിയ, ഇങ്ങനെയുള്ള അനേകം പാട്ടുകൾ അദ്ദേഹം സംവിധാനം ചെയ്തു, പാടി. അങ്ങനെ പല രീതിയിൽ നമ്മളെ സംബന്ധിച്ചോളം വളരെ വിസ്മയത്തിലാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് SPB എന്ന് പറയാം. അനേകം പുരസ്കാരങ്ങൾ, 40,000, ആദ്യം പറഞ്ഞ പോലെ 40,000-ലധികം ഗാനങ്ങൾ, 10,000-ലധികം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് ഗിന്നസ് വർക്കിലുള്ള അർഹനായിട്ടുണ്ട്. 2020 സെപ്റ്റംബർ 25 COVID-19 കാരണത്താലാണ് അദ്ദേഹം നമ്മളിന്ന് വിട്ടുപിരിയുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന അനേകം പാട്ടുകൾ നമുക്ക് നൽകിയിട്ടുള്ള, വളരെ പ്രത്യേകിച്ചൊരു പാട്ടിൻ്റെ പേരാണ് ശങ്കരാഭരണം. വളരെ പ്രത്യേകതയുള്ള ഒരു സിനിമ, സ്വർണ്ണകമലം പുരസ്കാരം സ്വീകരിച്ചിട്ടുള്ള ആ ഒരു സിനിമയിലെ മനോഹരമായ ശങ്കര എന്നുള്ള ആ പാട്ടുകളൊക്കെ SP ബാലസുബ്രഹ്മണ്യൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേൾക്കുകയാണ്. അത്ര മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഗായകനും സംഗീത സംവിധായകനും ഒക്കെയാണ് ഇന്ന് നമ്മൾ ഓർക്കുന്നത് SPB. SPBയെ കുറിച്ച് എന്തെങ്കിലും പേഴ്സണലായിട്ട് പറയാനുണ്ടെങ്കിൽ പറയൂ, ഇല്ലെങ്കിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒന്ന് കണ്ട് 1-2 വരികളൊക്കെ പാടി അദ്ദേഹത്തിനൊരു പ്രണാമം അർപ്പിക്കും. ആർക്കെങ്കിലും SPBയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകളുണ്ട്. അതിൽ ചില പാട്ടുകൾ നമുക്ക് 1-2 വരിയൊക്കെ ഒന്ന് പാടി മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ. നമസ്കാരം സർ, ഞാൻ ഉഷാകുമാരി. പലപ്പോഴും SPനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത് വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാ ഗായകരോടൊപ്പം നിന്ന് പാടുന്നവരാണ്. ഒരു തലക്കനും ഇല്ലാതെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് പാടാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന്റെ പ്രശംസനീയമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തീർച്ചയായും അത് തന്നെയാണ്. വളരെ സിമ്പിളാണ്, വളരെ സഹനമായി പാടും. ആദ്യത്തെ ഒരു പാട്ട് താരാപഥം, ചേതോഹരം എന്ന് പറയുന്നത് ഇളയരാജയുടെ സംഗീതത്തിൽ, PK ഗോപിയുടെ എഴുത്തിൽ, SP ബാലസുബ്രഹ്മണ്യം ചിത്രയും കൂടെ ചേർന്ന് പാടിയ അനശ്വരം എന്ന് പറയുന്ന ഒരു സിനിമയിലെ ഒരു പാട്ടാണ് താരാപഥം ചേതോഹരം. ഈ പാട്ട് ആർക്കെങ്കിലും പാടാമോ? താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൻ മൃദു ചുംബനങ്ങൾ നൽകും താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. ആർക്കെങ്കിലും 2 വരി പാടാൻ പറ്റുമോ? 2 വരി പാടാം സർ. യെസ്, പഠി. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൻ മൃദു ചുംബനങ്ങൾ നൽകാൻ
താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. ഇനി പാടാനുള്ള ധൈര്യമില്ല സാർ. ഓക്കെ, താങ്ക് യു. നല്ലൊരു പാട്ടാണ്. നല്ല ലയിച്ചിരുന്ന് പാടാൻ പറ്റുന്ന സുഖതമീ നാളിൽ ലലലലലല പ്രണയശലഭങ്ങൾ ലലലലലല അണയുമായി സ്വർണ്ണദീപശോഭയിൽ എന്നെ ഓർമ്മ പുൽകവേ മണ്ണിനാകെ പാടട്ടെ സാറേ? യെസ്, പാടും. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞി പൂവിൽ ഋതുചമ്പനങ്ങൾ നൽകാൻ. താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. താങ്ക് യു സർ. ആർക്കെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടോ? രണ്ടുപേരി ഇത് അത്ര അറിയില്ല സാറേ, എന്നാലും രണ്ടുപേരും പാടുന്നു. രണ്ടുപേരും പാടി നോക്കും. ആദ്യത്തെ രണ്ട് വരികൾ ബാക്കിയങ്ങളും. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാൻ. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത. താങ്ക് യു സർ. യെസ്, തീർച്ചയായിട്ടും വളരെ മനോഹരം. പ്രൊഫസറെ നോക്കുന്നു. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ചിപ്പൂവിൻ മൃദുചുംബനങ്ങൾ നൽകാൻ. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത. ഓക്കെ സാർ. സാറിന്റെ തിയേറ്ററിലൊക്കെ ഓടിയ പാട്ടല്ലേ ഇത്? അല്ലെ, പടമല്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പാട്ട് അല്ലെ, വേറെ. പഴയ നല്ലൊരു മമ്മൂട്ടിയുടെ ഒക്കെ ഒരു പാട്ട്, ഒരു ഇതായിരുന്നു. മമ്മൂട്ടിയുടെ 10-20 വർഷമായിരുന്നു. അതായത് നമ്മളെ സീതാമേനോൻ ആദ്യം അഭിനയിച്ച പടമാണ്. അശ്വതാ മേനോന്റെ ആദ്യത്തെ പടമാണ്. സീതാമേനോൻ. ഓക്കെ, അപ്പൊ അത് ഇനി ആർക്കെങ്കിലും പാടാണെങ്കിൽ പാടാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാട്ടിൽ പോവാം. അടുത്ത പാട്ട് എന്ന് പറയുന്നത് ഞാൻ ഇടാം. ഒരു സെക്കൻഡ്. അടുത്തത് മതി സാർ, അടുത്ത പാട്ട്. ആയിക്കോട്ടെ. അടുത്ത് ഇത് പാടിക്കോ, രണ്ടുപേരും പാടിക്കും. കാണാൻ പറ്റുന്നു. താരാപദം ചേതോഹരം. സാറ് കാണുന്നില്ല. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. നവമേഘമേ കുളിർ കൊണ്ടുവാ, ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദു ചുംബനങ്ങൾ നൽകാം. താരാപദം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിതാ. താങ്ക് യു സാർ. അടുത്ത പാട്ടിലേക്ക് നമുക്ക് പോവാം.
ഇതൊരു യാത്രാമൊഴി എന്ന് പറഞ്ഞൊരു സിനിമയിലെ പാട്ടാണ്. എസ് പി ബാലസുബ്രഹ്മണ്യം, ജി ശ്രീകുമാറും കൂടെ ചേർന്ന് പാടിയ ഒരു പാട്ടാണ്. കാണാൻ വയ്യ, വളരെ ചെറിയതായിട്ടുണ്ട് സാറേ. കുറച്ചുകൂടെ വലുതാക്കാൻ പറ്റും? കാണാവോ? ഇല്ല, കുറച്ചുകൂടെ വലുതായിട്ട്. സാറ് തന്നെ വലുതാക്കി, സാറിന് വലുതാക്കാം. സാറ് സ്ക്രീൻ ഒന്ന് വലുതാക്കിയാൽ മതി. ഓക്കെ. സർ സ്ക്രീൻ വലുതാക്കിയിട്ട് ചെറുതായിട്ടാണ് കാണുന്നത്. വലുതാക്കാൻ പറ്റത്തില്ല. നമ്മുടെ തന്നെ സ്ക്രീൻ, മാമിന്റെ തന്നെ സ്ക്രീൻ ഒന്ന് വലുതാക്കിയാൽ മതി, കൈകൊണ്ടൊന്ന് വലുതാക്കിയാൽ മതി. പറ്റുന്നില്ലേ? ഇല്ല ഇല്ല. കാക്കാല കണ്ണമ്മ കണ്ണി വീച്ചു പേരമ്മ കന്നിമാനം ചോന്നിട്ടാറേ. കാക്കാല കണ്ണമ്മ കൺമിഴിച്ചു പാരമ്മ കന്നിമാനം ചോന്നിട്ടാറേ. ഇത് ആരായിരുന്നു ആ ഇതിനൂടെ ഒരു നായകൻ യാത്രാമൊഴിയില്? ശിവാജി ഗണേശൻ. ശിവാജി ഗണേശന്റെ മോഹൻലാലുണ്ട്. ശിവാജി ഗണേശൻ നായകൻ. ഓക്കെ, അപ്പൊ ഇത് അത്ര എളുപ്പമല്ല, തമിഴ് ശൈലിയുള്ള പാട്ടാണ്. അപ്പൊ എന്നാലും ഈ പാട്ട് നമുക്ക് നോർക്കാത്ത തന്നെ. ഓക്കെ, അടുത്തൊരു പാട്ടിലേക്ക് പോവാം. ഇത് ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ഊട്ടിപ്പട്ടണം കിലുക്കത്തിലെ ഒരു പാട്ട്, വളരെ ഫേമസ് ആയിട്ടൊരു പാട്ടാണ്. 4 പേര് കൂടി ചേർന്ന് പാടുന്നു. അതെ അതെ അതെ, 4 പേര് കൂടെ ചേർന്ന് പാടിയൊരു പാട്ടാണ്. ചിക്കി ചിക്കടി ചിങ്കി ചിക്കടി ചിക്കാഞ്ചാഞ്ഞ്, ചിങ്കി ചിക്കടി ചിങ്കി ചിക്കടി ചിക്കാഞ്ചാഞ്ഞ, ഊട്ടിപ്പട്ടണം പൂട്ടിക്കെട്ടണം സുന്നവാട, எங்க கட்டளை சிங்க கட்டளை சும்மா இருடா, ரேசில் நம்ம ராசா எந்த குதிரைக்கு எதிரு, லக்கி ப்ளூ பிளாக்கி அவர் அடிச்சிடு பரிசு, நிறைய லாக்கா பெறுவோம். അപ്പൊ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. മനസ്സിലൊന്ന് ഓർക്കാം, അത്ര തന്നെ. ഓക്കെ, ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇനി അടുത്തൊരു പാട്ട് എന്ന് പറയുന്നത് ഇത് കടൽപ്പാലം എന്ന് പറയുന്ന ഒരു സിനിമയില് ദേവരാജൻ, വയലാർ രാമോർമ്മയുടെ ടീം, എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ മനോഹരമായ ഒരു പാട്ടാണ്. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ, അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ, ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേ 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ, അവിടെ മനുഷ്യരുണ്ടോ, ഇവിടെ മതങ്ങളുണ്ടോ. വളരെ ശ്രദ്ധേയമായ ഒരു പാട്ടാണത്. ആർക്കെങ്കിലും ഒരു 2 വരി? രണ്ടുപേര് പാടാം സാർ. ആ. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ, അവിടെ മനുഷ്യരുണ്ടോ, അവിടെ
മതങ്ങളുണ്ടോ? ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്നു. ഓക്കെ സാർ, താങ്ക് യു. സാറേ ഞാൻ പാടട്ടെ. ശ്രീ ബാലസുബ്രഹ്മണ്യൻ ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ അവിടെ മനുഷ്യരുണ്ടോ? അവിടെ മതങ്ങളുണ്ടോ? ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്ന ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു. ഈശ്വരനെ കണ്ടു, ഇബിലീസിനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്നു. സാറേ കാലങ്ങൾ ചെല്ലുമ്പോൾ ഇതിനൊക്കെ അർത്ഥം കൂടി കൂടി വരും അല്ലേ? രാജ് സാറെ പറയും. അതായത് എസ് പി ബാലസുബ്രഹ്മണ്യം മലയാളത്തിൽ അത് പാടിയ ആദ്യത്തെ പാട്ടാണ് 1969 കടൽപ്പാലം. ഞാൻ പാടാൻ ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്നു പോണവരെ അവിടെ മനുഷ്യരുണ്ടോ? അവിടെ മതങ്ങളുണ്ടോ? ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്നു പോണവരെ ഇവിടെ സമത്വം പൂവിട്ടിരുന്നതായി വെറുതെ മതങ്ങൾ നുണ പറഞ്ഞു. ഹിന്ദുവിനെ കണ്ടു, മുസൽമാനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്നു പോണവരെ. പാടട്ടെ സാർ, പാടട്ടെ. പഠിക്കും. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്നേ ഈരേഴു 14 ലോകങ്ങൾ കാണാം ഇവിടന്നു പോണവരെ അവിടെ മനുഷ്യനുണ്ടോ? അവിടെ മതങ്ങളുണ്ടോ? ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു. ഈശ്വരനെ കണ്ടു, ഇബിലീസിനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാം ഇവിടന്നു പോയവരെ ഇവിടെ സമത്വം പൂവിട്ടിരുന്നതായി വെറുതെ മതങ്ങൾ നുണ പറഞ്ഞു. ഹിന്ദുവിനെ കണ്ടു, മുസൽമാനെ കണ്ടു,
ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ. അവിടെ മനുഷ്യനുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? താങ്ക് യു സാർ. യെസ്, താങ്ക് യു. റോയ് സാർ, എല്ലാവർക്കും രണ്ടുപേരും പാടാം. നല്ലതാ. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ. അവിടെ മനുഷ്യനുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോണവരെ. ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു. ഈശ്വരനെ കണ്ടു, ഇബിലീസിനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഇവിടെ സമത്വം പൂവിട്ടിരുന്നതായി വെറുതെ മതങ്ങൾ നുണ പറഞ്ഞു. ഹിന്ദുവിനെ കണ്ടു, മുസൽമാനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്നു ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടന്നു പോയവരെ. താങ്ക് യു സർ. യെസ്, നല്ല മനോഹരമായി പാടി അല്ലേ. 1961 എഴുതിയ പാട്ട് അല്ലെങ്കിൽ പാടിയ പാട്ട് ഇന്നും എത്ര പ്രസക്തമാണ്. 69 സാർ. 69. യെസ്, 69 വെച്ചാൽ ഞാനൊക്കെ ജനിച്ച വർഷം. അൽപ്പാലം ഞാനും സത്യൻ ഡബിൾ റോളിൽ അഭിനയിച്ചു. മഞ്ഞിലാസിന്റെ കടൽപ്പാലം. ജോർജ് സാറേ, ജോർജ് സാർ ഒന്ന് ട്രൈ ചെയ്യൂ. താങ്ക് യു. സത്യമായ ഒരു പാട്ടാണ്. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ. അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു. ഈശ്വരനെ കണ്ടു, ഇബിലീസിനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഇവിടെ സമത്വം പൂവിട്ടിരുന്നതായി വെറുതെ മതങ്ങൾ നുണ പറഞ്ഞു. ഹിന്ദുവിനെ കണ്ടു, മുസൽമാനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന്. താങ്ക് യു. യെസ്, അതിനാണ് ഈരേഴ് 14 ലോകങ്ങൾ കാണാൻ പോകുന്നവര് അല്ലേ, മനുഷ്യരെ കാണുന്നില്ല എന്നുള്ളത്. എത്രയോ വലിയ സത്യമാണ്. റോബി സാറേ, രണ്ടുപേരി. ഇല്ല സാർ, എനിക്ക് ജലദോഷമായിട്ടിരിക്കുക. സാറില്ല, തൊണ്ടൊന്നും വേണ്ട, ചുമ്മാ പാടിയാ മതി.
ശരിയാവില്ല. ഓക്കെ, കുഞ്ഞുവായി മാസ്റ്റർ, ദീപമ്മ ആരെങ്കിലും ഉണ്ടെങ്കിൽ പാടൂട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് അടുത്തിലേക്ക് പോവാം. നമുക്ക് 8 മണിക്ക് മുമ്പ് നിർത്തണമല്ലോ, ഇന്ന് വളരെ ഞാൻ പ്രധാനപ്പെട്ട പാടാം സാറേ. യെസ്, പഠിക്കും. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? ഈ കടലും മറുകടലും ഇവിടെ മനുഷ്യൻ ജീവിച്ചിരുന്നതായി ഇതിഹാസങ്ങൾ നുണ പറഞ്ഞു. ഈശ്വരനെ കണ്ടു, ഇബിലീസിനെ കണ്ടു, ഇതുവരെ മനുഷ്യനെ കണ്ടില്ല, 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 മനുഷ്യനെ കണ്ടില്ല. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. തീർച്ചയായും. ഞാൻ പാടാം. ഒരു യെസ്, ആരെങ്കിലും ഉണ്ടോ പാടാൻ? ഞാൻ പാടാം സാർ. പാടും. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്ന് പോണവരെ അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? ഓക്കെ, താങ്ക് യു സർ. ഓക്കെ സാർ, താങ്ക് യു. ദീപമ്മ കൂടെ പാടൂ. ഈ കടലും മറുകടലും ഭൂമിയും മാനവും കടന്ന് ഈരേഴു 14 ലോകങ്ങൾ കാണാൻ ഇവിടുന്നു പോണവരെ അവിടെ മനുഷ്യരുണ്ടോ, അവിടെ മതങ്ങളുണ്ടോ? താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ എല്ലാം മനോഹരമായ ഒരു 2 ഈരടികൾ നമുക്ക് കേൾക്കാൻ സാധിച്ചു. താങ്ക് യു. അടുത്തൊരു പാട്ടിലേക്ക് കൂടെ. വേറെ ആരും പാടുന്നില്ലല്ലോ ഇനി? ഇല്ല. ഓക്കെ, അടുത്ത പാട്ടും കൂടെ നോക്കാം. ഇതും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്, തമിഴാണ്. കാതൽ രോജാവേ എന്തേ നീ എന്നിൽ കണ്ണീർ വഴിയുതടി കണ്ണേ, കാതൽ രോജാവേ എന്തേ നീ എങ്കേ കണ്ണീർ വഴിയുതടി കണ്ണേ, കണ്ണുക്കുൾ നീതാ കണ്ണീരിൻ നീതാ കൺമൂടി பார்த்தான் നെഞ്ചുക്കുൾ നീതാ എന്നാനതു ഏതാനതു சொல் சொல் കാതൽ ரோஜாவே എന്തേ നീ എങ്കേ കണ്ണീർ വഴിയടി കണ്ണേ. ഓക്കെ, ആർക്കെങ്കിലും 2 പേര് പാടാം. ഇതൊരു തമിഴ് പാട്ടാണ്. പാടാം സാർ. കാതൽ ரோஜாவே എങ്കേ നീ എങ്കേ
കണ്ണീർ വഴിയുതടി കണ്ണേ. കാതൽ രോജാവേ എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതടി കണ്ണേ. കണ്ണുക്കുൾ നീതാൻ കണ്ണീരിൽ നീതാൻ, കൺമൂടി പാർത്താൽ നെഞ്ചുക്കുൾ നീതാൻ. എന്നാതതോ ഏതാനതോ சொல் சொல், കാതൽ ரோஜாவே എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതടി കണ്ണേ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ഞാൻ പാടാം. ഞാൻ പഠി പാടട്ടെ. പഠി. കാതൽ റോജാവേ എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതടി കണ്ണേ. കാതൽ റോജാവേ എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതടി കണ്ണേ. കണ്ണുക്കുൾ നീതാൻ കണ്ണീരിൽ നീതാൻ, കൺമൂടി പാർത്താൽ നെഞ്ചുക്കുൾ നീതാൻ. എന്നാനതോ ഏതാനതോ சொல் சொல், കാതൽ റോജാവേ എങ്കേ നീ എങ്കേ, കണ്ണീർ വഴിയുതടി കണ്ണേ. தென்றல் என்னை தீண்டினால் செல்லை தீண்டும் ஞாபகம், சின்ன பூக்கள் பார்க்கையில் ஸ்நேகம் வார்த்த ஞாபகம். காதல் ரோஜாவே എങ്കേ നീ എങ്കേ. താങ്ക് യു. ഓക്കെ, ആർക്കെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ രണ്ടുപേരി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലാസ്റ്റ് പാട്ടിലേക്ക് പോകാം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ശങ്കരാഭരണം എന്ന സിനിമയിലെ മനോഹരമായ ഒരു പാട്ട്. ഇത് കാണാത്ത പാട്ട് കേൾക്കാത്തതും പാടാത്തവരും ഒന്നും ആരും കാണത്തില്ലായിരിക്കും അല്ലേ? ശങ്കര നാദശരീരാപര വേദവിഹാരകര ജീവേശ്വര. ശങ്കര നാദശരീരാപര വേദവിഹാരകര ജീവേശ്വര. പ്രാണമുനീവനി ഗാനമേ നീതനി, പ്രാണമേ ഗാനമണി. മൗനവിലക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി. പ്രാണമുനീവനി ഗാനമേ നീവനി, പ്രാണമേ ഗാനമണി. മൗനവിലക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി. ശങ്കര നാദശരീരാപര വേദവിഹാരപര ജീവേശ്വര. ആർക്കും രണ്ടുപേരി പാടാമെങ്കിൽ പാടും. പാട്ടെ സർ. ഉം. ശങ്കര നാദശരീരാപര വേദവിഹാരഹര ജീവേശ്വര. ശങ്കര നാദശരീരാപര വേദവിഹാരഹര ജീവേശ്വര. പ്രാണമുനീവനി ഗാനമേ നീതനി, പ്രാണമേ ഗാനമണി.
മൗനവിദക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി പ്രാണവു നീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമണി മൗനവിദക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി ശങ്കര നാദശരീരാപരാ വേദവിഹാര ജീവേശ്വര ശങ്കര നാദശരീരാപരാ വേദവിഹാര ജീവേശ്വര. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, റോയ് സാറേ പഠിക്കും. ശങ്കരാ നാദശരീരാപരാ വേദവിഹാരാ ജീവേശ്വര. ശങ്കരാ നാദശരീരാപരാ വേദവിഹാരാ ജീവേശ്വര. പ്രാണവു നീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമണി മാനവിവക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി പ്രാണമുനിവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമണി ശങ്കരാ നാദശരീരാ. ഓക്കെ സാർ. ഓക്കെ, രമാവതി മാം. ശങ്കരാ നാദശരീരാപരാ വേദവിഹാര ഹര ജീവേശ്വര. ശങ്കരാ നാദശരീരാപരാ വേദവിഹാര ഹര ജീവേശ്വര. പ്രാണമുനീവനി ഗാനമേ നീയത് പ്രാണമേ ഗാനമണി മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി പ്രാണമുനീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമണി മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ രാമയീ. ശങ്കര നാദവാര വേദവിഹാര ജീവേശ്വര. താങ്ക് യു സർ. ഓക്കെ, ആർക്കെങ്കിലും രണ്ടുപേരി. ശങ്കരാ നാദശരീരാപരാ വേദവിഹാര ജീവേശ്വര. ശങ്കരാ നാദശരീരാപരാ വേദവിഹാര ജീവേശ്വര. പ്രാണവും നീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമണി മൗനവിവക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി പ്രാണമുനീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമണി. താങ്ക് യു സർ. താങ്ക് യു.
ഇനി ആർക്കെങ്കിലും രണ്ടുപേരി പാടാനുണ്ടെങ്കിൽ ഞാൻ പാടാം, പാടാം ഇല്ലെങ്കിൽ സാറേ, ഞാൻ ആ പാടാം. പാടും. ശങ്കരാ നാദശരീരാപരാ വേദവിഹാരാ ഹരാ ജീവേശ്വരാ. ശങ്കരാ നാദശരീരാപരാ വേദവിഹാരാ ഹരാ ജീവേശ്വരാ. ശങ്കരാ പ്രാണമുനീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമണി. മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി. പ്രാണമുനീവനി ഗാനമേ നീതനി പ്രാണമേ ഗാനമണി. മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി. നാദോപാസന തിൽസിന വാടനു നീ വാടനു നീ. നാദോപാസന ചേസിന വാടനു നീ വാടനു നേനൈതേ. ധിക്കരിന്ദ്ര കന്തോരാനീല കണ്ടക കാണാൻ പറ്റുന്നില്ല സാർ. അത് വലുതാക്കാൻ പറ്റത്തില്ല, വലുതാക്കുമ്പോൾ നമ്മൾ ഔട്ടായി പോകും. അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. വളരെ ഓക്കെ സാർ. ഓക്കെ. അപ്പൊ ഇനി നമുക്കൊരു ഹിന്ദി പാട്ടും കൂടെ പാടിയിട്ട് അങ്ങ് നിർത്താം. സാറേ ഇനി മുമ്പുള്ള പാട്ട് ഞാൻ വണ്ടിയിലെല്ലാം വരുമ്പോ കണ്ടു. ഈ രണ്ടുപേരും പാടാൻ വിടുക. ഇതും കൂടെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ശരി ശരി. ഇപ്പൊ നമ്മുടെ കളി ഉള്ളത് കൊണ്ട് ഓ ഈ പാട്ടോടെ അങ്ങ് പാടി നിർത്താം. तेरे मेरे बीच में, तेरे मेरे बीच में कैसा है बंधन अनजाना, कैसा है बंधन अनजाना, मैं नहीं जाना तू नहीं जाना. ഓക്കെ, രണ്ടുപേരും പാടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. രണ്ടുപേരും പാടിട്ട് തന്നെ. तेरे मेरे बीच में, तेरे मेरे बीच में कैसा है बंधन अनजाना, कैसा है अनजाना, मैं नहीं रहना. താങ്ക് യു സർ. ഒരു ഹിന്ദി പാട്ട് കൂടെ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ഓർക്കാം. ആർക്കെങ്കിലും പാടാൻ പഠിക്കും. तेरे बीच में, तेरे मेरे बीच में कैसा है ये बंधन अनजाना, कैसा है ये बंधन अनजाना, मैं नहीं जाना तू नहीं जाना, मैं नहीं जाना नहीं जाना. तेरे मेरे बीच में, तेरे मेरे बीच में कैसा है ये बंधन अनजाना, कैसा है ये बंधन अनजाना, मैं नहीं जाना नहीं जाना. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, ഒരാർക്കും ട്രൈ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു സാറേ, യെസ്. तेरे मेरे बीच में, तेरे मेरे बीच में कैसा है ये बंधन अनजाना, कैसा ये बंधन अनजाना, मैंने नहीं जाना तूने नहीं जाना, मैंने नहीं जाना तूने नहीं जाना. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ,
ഇനി ആരും ഇല്ല അല്ലേ? ആ, രമാവതി മാമിനൊരു പാട്ട്. ഞാനിവിടെ രമാവതി മാമ നോക്കും, പടാവോ? സ്വർണ്ണ മീനിന്റെ ചേലൊത്ത കണ്ണാളെ എന്നെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണ്ണ മീനിന്റെ ചേലൊത്ത കണ്ണാളെ. സാറെ കാണാൻ പറ്റുന്നില്ല. ഇത് ഞാൻ പിക്ചർ ചെയ്യുന്നതുകൊണ്ട് ഇതിൽ കൂടുതൽ വലുതാകത്തില്ല, എനിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാണാവോ? ഇത് 2-3 പേര് കൂടി പാടിയാണ്. യേശുദാസ്, ബാലസുബ്രഹ്മണ്യം, ശശീല, വാണിജ്യറാം എല്ലാവരും കൂടെ പാടിയ ഒരു പാട്ടാണ്. നല്ല ഫാസ്റ്റ് ആയിട്ടൊരു പാട്ടാണ്. മുകിലത്ത വേണി കയ്യിലത്ത വാണി വാ വാ വാ. സ്വർണ്ണ മീനിന്റെ ചേലൊത്ത കണ്ണാളെ മുന്നിൽ വാ. രണ്ടുപേരും നോക്കാം. ആ, സ്വർണ്ണമീനിന്റെ ചേലത്ത് കണ്ണാളെ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണ്ണമീനിന്റെ ചേലത്ത് കണ്ണാളെ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. മുകിലത്ത വേണി കൊയിലത്ത വാണി വാ വാ വാ. അത്രേ അറിയുന്നുള്ളൂ സാറേ, ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ. അപ്പം എല്ലാവർക്കും വളരെ സന്തോഷം. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ SP ബാലസുബ്രഹ്മണ്യത്തെ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു. തമിഴും തെലുങ്കും സംസ്കൃതവും സാറേ ആ ഹിന്ദിയും. തമിഴ് രണ്ടുപേരി പാടട്ടെ സാറേ, സാറിൽ നേരത്തെ ഇട്ട്. എന്താ ഏതായിരുന്നു? കാതൽ റോജ രണ്ടുപേര് ഇടണോ? സ്വർണ്ണ മീനിന്റെ എന്നുള്ളത് ഞാൻ രണ്ടുപേര് പാടാൻ, രമാമാൻ പാടിയതിന് ശേഷം. ആ, ഓക്കെ സ്വർണ്ണ ഓക്കെ. മീനിന്റെ കാതൽ റോജ നോക്കൂ. കാണാവോ? ആ காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே. காதல் ரோஜாவே எங்கே நீ எங்கே கண்ணீர் வழியுதடி கண்ணே. கண்ணுக்கள் நீதான் கண்ணீரில் நீதான் பார்த்தால் நீதான் என்னதட ஏதனடி சொல் சொல். கண்ணீர் வழிதோடுகள் செல்ல என்ன தேடினால் செல்ல ஞாபகம் சின்ன. മതി സാറേ, താങ്ക് യു. ഇഷ്ടമുള്ളൊരു പാട്ടാ. ഓക്കെ. ഇനി ഒരു പാട്ടോടെ ടീച്ചർക്കും കൂടെ ഒരു പാട്ട് പാടും.
പഠിക്കും. സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാളെ എന്റെ രോമാഞ്ചമായി മുന്നിൽ വാ. സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാളെ സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാളെ മുകിലത്ത വേണി കുയിലത്ത വാണി വാ വാ വാ. മുകിലത്ത വേണി കുയിലത്ത വാണി വാ വാ വാ. സ്വർണമീനിന്റെ ചേലൊത്ത കണ്ണാളെ. ഓക്കെ, താങ്ക് യു. അപ്പം തീർച്ചയായിട്ടും ഈ പാട്ടുകളിലൂടെയൊക്കെ നമുക്ക് SP ബാലസുബ്രഹ്മണ്യത്തെ ഒന്ന് ഓർക്കാം. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമ്മൾ ഇത് പാടിയിരുന്ന സാറേ ഏതോ രണ്ടുപേരും കൂടി SP-യും ജാനകിയും കൂടി പാടുന്നല്ലേ മലരേ മൗനമാ. എനിക്ക് വേർഡ്സ് അറിയാം. മൗനമേ മലർക്ക അത് നല്ല അവരുടെ രണ്ടുപേരുടെ നല്ലൊരു യുഗ്മഗാനമാണ്. അതെല്ലാം തോന്നുന്നു, നോക്കട്ടെ. പാട്ടില്ല മാം. ഇല്ല, പാട്ടില്ല. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പിന്നെ ആക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഓർമ്മ SP ബാലസുബ്രഹ്മണ്യന്റെ പാട്ടുകളിലൂടെ യാത്ര ചെയ്തതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു. നാളെ നമുക്ക് വീണ്ടും കാണാം. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. എല്ലാവരും പോയി ക്രിക്കറ്റ് കളി കാണും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള. താങ്ക് യു സർ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Good night. See you.